തന്നത് കുടുംബിഷമാണെന്ന തിരിച്ചറിവിലും ഷാരോൺ ഗ്രീഷ്മയെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അവൻ അവസാന ശ്വാസത്തിലും ഇഷ്ടപ്പെട്ട് വെണ്ണീറായപ്പോഴും പുത്രദുഃഖത്തിലും മരണക്കിടക്കയിൽ പോലും ഷാരോൺ ഗ്രീഷ്മയെ സംശയിച്ചില്ല. പ്രണയത്തിന്റെ ആഴമാണ് വ്യക്തമായതെന്ന് കോടതി. ന്യൂസ് കാണുന്നതിനിടയിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു വാചകമാണിത്. ഗ്രീഷ്മയുടെ കേസ് അവിടെ നിൽക്കട്ടെ, നമ്മുടെ ടോപ്പിക് അതല്ല. മരണക്കിടക്കയിലും സംശയിച്ചില്ല. സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അതേപ്പറ്റിയാണ്. റിലേഷൻഷിപ്സിലെ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനിടയിലെ ചതിയും വഞ്ചനയും ഒക്കെ പുറത്തറിയുന്ന ഒരു സാഹചര്യത്തിൽ പറ്റിക്കപ്പെട്ട വ്യക്തിയോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്ര നാളായിട്ട് നിനക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ലേ, കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. പലപ്പോഴും വളരെ വിസിബിൾ ആയിട്ടുള്ള റെഡ് ഫ്ലാഗ്സ് ഉണ്ടായിരുന്നിട്ടും വളരെ പ്രകടമായി തന്നെ പെരുമാറ്റ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും പറ്റിക്കപ്പെടുന്നയാളുടെ ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്നതാണ് വാസ്തവം. ആൻഡ് ഡു യു നോ വൈ? സൈക്കോളജിക്കലി ഇറ്റ് ക്യാൻ എക്സ്പ്ലെയിൻ ഓൺ ദ ബേസിസ് ഓഫ് കോഗ്നിറ്റീവ് ഡിസണൻസ്. കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള, കോൺട്രഡിക്ടറി ആയിട്ടുള്ള രണ്ട് ബിലീഫ്സ് അല്ലെങ്കിൽ വാല്യൂസ് ഓർ ആറ്റിറ്റ്യൂഡ് ഹോൾഡ് ചെയ്യുന്നതിനുള്ള നമ്മുടെ ബ്രെയിനിന്റെ ഡിസ്കംഫർട്ടിനെയാണ് കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ലവ് ആൻഡ് ബിട്രയൽ. പ്രണയവും വഞ്ചനയും പരസ്പര വൈരുദ്ധ്യങ്ങളായ രണ്ട് കാര്യങ്ങളാണ്, അല്ലേ? സ്നേഹമുള്ളിടത്ത് വഞ്ചന കടന്നു വരില്ലല്ലോ. അഥവാ ഇഫ് സമൺ ബിട്രേഡ് there was no love എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആൻഡ് സോ ഒരാൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് അത്തരം പെരുമാറ്റങ്ങളോ സൂചനകളോ ഒക്കെ പ്രകടമാകുമ്പോഴും അയാളുടെ ബ്രെയിൻ അതിനെ ഉൾക്കൊള്ളില്ല. ലവ് ഓഫൻ ലീഡ്സ് ടു ഐഡിയലൈസിംഗ് ദ പാർട്ണർ, മേക്കിംഗ് ഇറ്റ് ഹാർഡ് ടു അക്സെപ്റ്റ് ദാറ്റ് they could do something wrong. ചിന്തകളിലെല്ലാം അയാളോടുള്ള സ്നേഹമാണ്. Thus, the brain resolves discomfort by ignoring or rationalizing the betrayal to maintain emotional harmony. കണ്ണും പൂട്ടിയങ്ങ് സ്നേഹിക്കുന്ന മനുഷ്യർ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് സൈൻസ് ഓഫ് ലോയൽറ്റിയിലായിരിക്കും, വൈൽ ഡിസ്മിസിംഗ് എവിഡൻസ് ഓഫ് ബിട്രയൽ ടു പ്രൊട്ടക്ട് ദെയർ ബിലീഫ് ഇൻ ദ റിലേഷൻഷിപ്പ്. ദാറ്റ് ഈസ് വൈ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവർക്കാണ് നമ്മളെ ഏറ്റവും എളുപ്പത്തിൽ പറ്റിക്കാനാവുക. റൈറ്റ്? ഷെയർ യുവർ തോട്ട്സ് ഓൺ ദ കമന്റ് ബിലോ.